നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചെറിയൊരു ഡിസ്ക്ലൈമറാണ്. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി എങ്ങനെ പഠിച്ചെടുക്കാം എന്നൊരു സീരീസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിതും. അപ്പോൾ ഏതൊരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കുമ്പോഴും ആ സ്ട്രാറ്റജി പ്രകാരം ഏതൊരു ട്രേഡ് എടുത്താലും നമുക്ക് ആ ട്രേഡിൽ 50% വിൻ പ്രോബബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലോസിനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ബോധവാനായിരിക്കണം. എടുക്കുന്ന എല്ലാ ട്രേഡുകളും ഒരു കാരണവശാലും നമുക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഈ 50% അതുമല്ലെങ്കിൽ 50%-ൽ താഴെയുള്ള വിൻ പ്രോബബിളി വെച്ചിട്ട് മാർക്കറ്റിനെ എങ്ങനെ നമുക്ക് നെറ്റ് ഒരു 100 ട്രേഡ് എടുക്കുമ്പോൾ നെറ്റ് എങ്ങനെ പ്രോഫിറ്റിലേക്ക് വരാം എന്നതിലാണ് കാര്യം. അതിന് വേണ്ടത് കേവലം സ്ട്രാറ്റജി മാത്രം കൊണ്ടിട്ട് നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. മറിച്ച് അവിടെ നമുക്ക് വേണ്ടത് റിസ്ക് റിവാർഡും നമ്മുടെ പൊസിഷൻ സൈസിങ് അതുപോലെയുള്ള മാത്തമാറ്റിക്കൽ എഡ്ജ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ട്രേഡർമാരും ലോങ് റണ്ണിൽ ട്രേഡിങ്ങിൽ വിജയിക്കുന്നത്. അപ്പോൾ അതല്ല ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മളുടെ ട്രേഡിൽ ഇന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, ഒപ്പം തന്നെ നമുക്ക് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു തരാൻ നോക്കുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന കാര്യത്തെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. ഒപ്പം തന്നെ ഏതൊരു സ്ട്രാറ്റജി പഠിക്കുമ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് മാർക്കറ്റിലെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് മാർക്കറ്റിലെ പ്രൈസ് താഴത്തേക്ക്, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തേക്ക് വരുന്നത്, അപ്പോൾ ആരാണ് ഇതിനെ ചലിപ്പിക്കുന്നത് മുതലായ ഇതിൻ്റെ ബിഹൈൻഡ് നമ്മൾ ഈ കാണുന്ന സ്ക്രീനിന് പിന്നിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് അറിയാനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും, ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും, ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഷെയറും കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്തിരിക്കാം. ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ ചാനലിലൂടെ ആയിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് നിഫ്റ്റി 50യുടെ മൂവ് ഇന്നത്തേത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കിക്കൊണ്ട് ആരംഭിക്കാം. ഇവിടെ നമുക്ക് കാണാം, കഴിഞ്ഞ ദിവസം നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും മാർക്ക് ചെയ്തിരുന്നില്ല. താഴത്തെ സപ്പോർട്ട് ലെവലിലേക്ക് ഇന്ന് മാർക്കറ്റ് വന്ന് ടച്ച് കൊടുത്തിട്ടുമില്ല. ഈ ഒരു രീതിയിലാണ് നിഫ്റ്റി 50 ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 50യുടെ ലോ ടു ഹൈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഒരു 0.5% മൂവ്, അതായത് 130 പോയിൻറ്റിൻ്റെ ഒരു മൂവാണ് നിഫ്റ്റി 50 എന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മളിന്ന് ട്രേഡ് എടുത്തത് BPCLലാണ്. അപ്പോൾ നമ്മളുടെ ട്രേഡ് നമുക്കറിയാം റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ടാവും. ഒപ്പം തന്നെ കഴിഞ്ഞ വീഡിയോകളിലുമൊക്കെ നമ്മളെടുത്ത സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എന്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ മുന്നിലത്തെ വീഡിയോകൾ കൂടെ കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഗുണകരമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളുടെ സപ്പോർട്ട് ലൈൻ ഒത്തിരി താഴെയാണ് ഉണ്ടായിരുന്നത്, അതേപോലെ റെസിസ്റ്റൻസ് ലൈൻ ഇവിടെ മുകളിലുമാണ്. ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഏകദേശം 2% ചേഞ്ചാണ്. ഇതിൻ്റെ കൃത്യം മധ്യഭാഗം നമുക്ക് ഈ കാണുന്ന ഒരു നമ്മൾ അലർട്ട് വെച്ചിരുന്ന അതേ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ജസ്റ്റ് ഒരു ടച്ച് കൊടുത്തിട്ട് മുകളിലേക്ക് പോയേക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. അതിലേക്ക് മിനിമം മുകളിൽ പോയി ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് വരും എന്നൊരു കണക്കൂട്ടിലാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മളപ്പോൾ ഇന്ന് ട്രേഡിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പാകത്തിന് നമ്മൾ ഓൾറെഡി ഒരു അലർട്ട് ട്രിഗർ ഓർഡർ ഇന്നലെ തന്നെ, അതായത് ഈ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം തന്നെ നമ്മളൊരു ഓർഡർ അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെച്ചിരുന്നു. അലർട്ട് ട്രിഗർ ഓർഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് റൺ ടൈമിന് മുന്നേ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം. അതൊരു അലർട്ടായിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിലും അലർട്ട് അടിച്ചതിന് ശേഷമുള്ള ആക്ഷനായിട്ട് നമ്മൾ
നമ്മുടെ ബൈ ഓർഡർ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും എന്നതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ട്രേഡിംഗ് സമയത്ത് ഇല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് മുന്നിലിരിക്കണം എന്ന് നിർബന്ധമില്ല. മറിച്ച് ആ വെച്ചേക്കുന്ന ഓർഡർ എനേബിൾഡ് പൊസിഷനിൽ ആയിരുന്നാൽ മതി. അത് നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതിലേക്കൊന്ന് പോയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മളീ കാണുന്നത് സെറോദയുടെ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമ്മൾ ഇന്നലെ തന്നെ ഓർഡർ ഇട്ട് വെച്ചിരുന്നത് ഇങ്ങനെയാണ്. ഒരു 4ഓളം ഓർഡറുകൾ സാധ്യതയുള്ളത് 2 ബൈയിങ് പൊസിഷനും 2 സെല്ലിങ് പൊസിഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ നമുക്കിവിടെ കാണാം ഇന്ന് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചത് 2 പൊസിഷനാണ്. 9/7 പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഡാറ്റ വന്നതിന് ശേഷം എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഈ ഒരു പ്രൈസിലാണ് പ്രീ ഓപ്പൺ തന്നിരിക്കുന്നത്. സോ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസിൽ വെച്ചിരുന്ന സെല്ലിംഗ് പൊസിഷനും തൊട്ട് താഴെയുള്ള ബൈയിങ് പൊസിഷനും നമ്മൾ എനേബിൾ ചെയ്തു. അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന തൊട്ട് മുകളിലുള്ള സെല്ലിംഗ് പൊസിഷൻ ഇതായിരുന്നു. തൊട്ട് താഴെയുള്ള ബൈയിങ് പൊസിഷൻ 307 ഒരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. 307 എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാം. അത് ഇതിനും താഴെയുള്ള ഏകദേശം ഈ ഒരു ഇവിടെയാണ് 307. ഇതിന് തൊട്ട് മുകളിൽ വീണ്ടും ഒരു ബൈയിങ് പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് 311. അപ്പോൾ ഈ 311 ബൈയിങ് പൊസിഷനും 317 സെല്ലിംഗ് പൊസിഷനുമാണ് നമ്മൾ ഇന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്ത്. ബൈ ഡിഫോൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എല്ലാ പൊസിഷനും ഡിസേബിൾ ചെയ്താണ് വെക്കാറുള്ളത്. 9/7 മാർക്കറ്റ് പ്രീ ഓപ്പൺ തന്നു കഴിയുമ്പോൾ ആ പ്രൈസിൻ്റെ തൊട്ട് മുകളിൽ ഏതാണ് സെല്ലിംഗ് ഓർഡർ എന്ന് നോക്കും. അത് എനേബിൾ ചെയ്യും. പ്രീ ഓപ്പൺ മാർക്കറ്റിലെ ഡാറ്റ വന്ന് അത് ഓപ്പൺ പ്രൈസിൻ്റെ തൊട്ട് താഴെയുള്ള ബൈയിങ് പൊസിഷനും എനേബിൾ ചെയ്യും. ഇത് രണ്ടും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിൽ നോക്കിയിരിക്കണം നിർബന്ധമില്ല. പ്രൈസ് അവിടെ എത്തുമ്പോൾ നമുക്ക് എൻട്രി കിട്ടിക്കോളും. അങ്ങനെ ഈ പൊസിഷനിൽ നമുക്കിന്ന് എൻട്രി കിട്ടി. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാലത്തെ 9:34 പ്രൈസ് അവിടെ എത്തിയപ്പോഴാണ് നമുക്കിവിടെ എൻട്രി കിട്ടിയത് 317.30. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ പ്രൈസ് അതിന് മുന്നേ തന്നെ ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മളവിടെ ഒരു കൺഫർമേഷനും കൂടെ എടുത്തതിന് ശേഷമാണ് ആ പൊസിഷൻ എനേബിൾ ചെയ്തത്. സോ ദാറ്റ് ഏകദേശം ഈ ഒരു 3ാമത്തെ ക്യാൻഡലിന് ശേഷം ഈ ഒരു 4ാമത്തെ ക്യാൻഡലോട് കൂടെയാണ് നമുക്കവിടെ എൻട്രി കിട്ടിയിട്ടുള്ളത്. അവിടെ നമ്മൾ എൻട്രി എടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ കൂടെ തന്നെ ഇത് കവർ ഓർഡർ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് പ്രൊഡക്റ്റ് ടൈപ്പ് കവർ എന്ന് കാണിച്ചേക്കുന്നതാണ്. 317.30 നമുക്ക് 158 ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 318.90 രൂപ 318.90 എന്നുള്ളത് അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് താഴത്ത് ഈ കാണുന്ന അലർട്ടാണ് നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചിരുന്നത്. ഇത് 1:2 ആണ്. 1:1 നിങ്ങൾ ഈ കാണുന്ന ഡോട്ടഡ് ലൈനാണ്. അപ്പോൾ 314.10 വരെ വന്നാൽ നമുക്ക് അവിടെ ഇതാണ് 1:2 314.10 നമ്മൾ വെച്ചിരുന്നു. പക്ഷേ അതിലേക്ക് പിന്നീട് മാർക്കറ്റ് ഇന്നത്തെ ദിവസം എത്തിയിട്ടില്ല എന്നത് നിങ്ങൾക്കിവിടെ കാണാം. മാർക്കറ്റ് ജസ്റ്റ് ഇന്നത്തെ ലോ ആയിട്ട് കാണിച്ചിട്ടുള്ളത് 314.40 ആണ്. 314.10 വന്നിരുന്നെങ്കിൽ നമ്മൾക്കവിടെ എക്സിറ്റ് എടുക്കാമായിരുന്നു. അത് വരാത്തത് കൊണ്ട് തന്നെ നമ്മളവിടെ എക്സിറ്റ് എടുത്തില്ല. മറിച്ച് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുകയും ആ സ്റ്റോപ്പ് ലോസിൽ ട്രയൽ ചെയ്ത് എക്സിറ്റ് എടുക്കുകയുമാണ് ചെയ്തത്. കാരണം നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ എക്സിറ്റ് എടുത്തേക്കുന്നത് ഏകദേശം 3 മണിക്ക് ശേഷമാണ്. അത് ഇവിടെ ഉണ്ട്. 3:18 നമ്മളിന്ന് എക്സിറ്റ് എടുത്തത്. അത് മാനുവൽ എക്സിറ്റ് ആയിരുന്നു. അപ്പോൾ 315.55 സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് എങ്കിലും നമ്മൾ മാനുവലി അവിടെ എക്സിറ്റ് എടുക്കുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഇന്ന് നമുക്ക് കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ് 276 നമുക്കിന്ന് കിട്ടേണ്ടിയ പ്രോഫിറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ട്രേഡ് കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം. നമുക്ക് 1:1 ഹിറ്റ് ചെയ്താൽ കിട്ടേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 20,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. സോ ദാറ്റ് നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 158 ആയിരുന്നു. നമ്മുടെ പ്രോഫിറ്റ് 250 അപ്പോൾ 1:1 കിട്ടേണ്ടത്. അതിൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്കിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ 276 നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടി. ഈ മാസം നമ്മൾ നെറ്റ് 3 ദിവസമാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. 2 ദിവസവും ലോസ് ആയിരുന്നു, 1 ദിവസം മാത്രമാണ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നെറ്റ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്
2.5% ലോസിലാണ്. പക്ഷേ ഓവറോൾ ഈ വർഷത്തെ ടോട്ടൽ ട്രേഡ് നമ്മൾ 70 ട്രേഡ് ഇതുവരെ എടുത്തു. 40 എണ്ണം ലോസിലും 30 എണ്ണം പ്രോഫിറ്റിലും. അതായത് മൊത്തം 43% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റായിട്ട് നമുക്കിതുവരെ ഈ വർഷം കിട്ടിയിട്ടുള്ളത് 16%. അപ്പോൾ നമ്മളിന്ന് എൻട്രി എടുത്തത് നിങ്ങൾ കണ്ടു. നമ്മളുടെ എൻട്രി ഉണ്ടായിരുന്നത് നിങ്ങൾ ഒന്നും കൂടെ നോക്കി വെക്കുക. കാരണം നമ്മളിവിടെ ഒരു പൈലറ്റ് റൺ നടത്തുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ കൂടെ ഇപ്പോൾ 5ഓളം പേര് ട്രേഡിംഗ് പഠിപ്പിക്കുകയല്ല നമ്മളവരെ ചെയ്യുന്നത്. അവരൊക്കെ ഓൾറെഡി 2.5 കൊല്ലമോ 5 കൊല്ലമോ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ അവരുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അറിയാലോ. ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ സൈക്കോളജിക്കലി ഫിറ്റായാൽ മാത്രമേ ഒരാൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോസിലും ഇല്ലെങ്കിൽ ധാരാളം വീഡിയോസിൽ സൈക്കോളജി ശരിയാക്കണം എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പലരും പറയുന്നത് എന്തൊക്കെയാണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. അതുപോലെ ചെയ്ത് സൈക്കോളജി സെറ്റാക്കാൻ പല ആൾക്കാർക്കും സാധിക്കുന്നില്ല. എന്നാൽ അങ്ങനെ സാധിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോസസ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ള 5 പേർക്ക് ഒരു പൈലറ്റ് റൺ പോലെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. നമ്മളും ഇവിടെ പഠിക്കുകയാണ്. അതായത് കുറച്ച് പ്രോസസ്സുകളിലൂടെ ഇവരെ കടത്തിവിട്ടാൽ ഇവർക്ക് മികച്ചൊരു ട്രേഡറായി മാറാൻ സാധിക്കുമോ ഇല്ലയോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരാളെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന ടെസ്റ്റിംഗ് ആണ് നമ്മളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ സന്തോഷകരമായ റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ആ പൈലറ്റ് റൺ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ 8-9 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും അപ്പോൾ അവർക്ക് സ്ട്രാറ്റജി ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ വീഡിയോസ് കണ്ട് നമ്മളുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് അവർ പഠിച്ചേക്കുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ്ലി യൂട്യൂബിലൂടെ മാത്രമേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം 1-to-1 നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളും നമ്മൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കഴിഞ്ഞ ദിവസവും ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ട്രേഡ് എടുത്ത ഒരാളുടെ ട്രേഡ് ബുക്ക് നമുക്കിവിടെ കാണാം. ഇദ്ദേഹം 87 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്, 87 ക്വാണ്ടിറ്റി തന്നെയാണ് സെല്ല് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമുക്കിവിടെ കാണാവുന്ന കാര്യം, ഇയാൾ 315.70 ബൈ ചെയ്തേക്കുന്നത്, സെല്ല് ചെയ്തേക്കുന്നത് 317.9 317 10 കൂട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത സെല്ലിംഗ് പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. 317.30 നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ ഇതേ സ്ട്രാറ്റജി പഠിച്ച് പൈലറ്റ് റണ്ണിൽ പങ്കെടുക്കുന്ന ആൾക്ക് അതുപോലെ തന്നെ ഒരു സെല്ല് ഏകദേശം അവിടെ കൊടുക്കാൻ പറ്റി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു, നമ്മളെടുത്ത അതേ പ്രൈസിൽ മറ്റൊരാൾ ബൈ ചെയ്തിരുന്നു. അന്ന് ഞാനെടുത്ത പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ അദ്ദേഹം പ്രോഫിറ്റും മേക്ക് ചെയ്തിരുന്നു. ഇന്നിവിടെ നമുക്ക് കാണാം നമ്മളെടുത്ത ഏകദേശം, അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോകളിലടക്കം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ ഒരു സപ്പോർട്ട് ലെവൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അവിടെ അദ്ദേഹവും ഓർഡർ ഇട്ടു. അദ്ദേഹത്തിനും 317.10 സെല്ല് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹവും തിരിച്ച് ബൈ ചെയ്തേക്കുന്നത് 315.70 ഞാൻ തിരിച്ച് ബൈ ചെയ്തിരുന്നത് 315.55 ഇത് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയത് ഏകദേശം അതിനടുത്ത് 20 പൈസയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തിനും സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ബൈ ചെയ്തത് സെല്ല് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനും പറ്റി. അപ്പോൾ ഒരു പ്രോസസ്സ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന 100 വ്യക്തികളുണ്ടെങ്കിൽ ആ 100 പേർക്കും ഒരേ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ ഓരോ വീഡിയോയിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് കിട്ടിയ റിസൾട്ട് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതൊരാൾക്കും 8-10 ചിലപ്പോൾ കൂടിപ്പോയാൽ ഒരു 30 ദിവസമോ കൊണ്ട് തുടർച്ചയായി നമ്മൾ ചെയ്ത വീഡിയോകൾ കണ്ട് തന്നെ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് ഒരാൾക്ക് പഠിക്കാൻ കഴിയേണ്ടതാണ്. അങ്ങനെ അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കും എന്നൊരു ഉറപ്പ് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം സ്ട്രാറ്റജി അല്ല നമ്മളിവിടെ വിജയിപ്പിക്കുന്നത്, മറിച്ച് നമ്മളുടെ കുറച്ച് ഡിസിപ്ലിൻസ് ആണ്. അപ്പോൾ ഈ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്. അതായത് ട്രേഡിങ്ങിൽ വിജയിക്കുന്നതിന് ആവശ്യമായ ട്രേഡിംഗ് എഡ്ജ് കിട്ടുന്ന ഒരു മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ പൈലറ്റ് റണ്ണിലൂടെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി നമ്മുടെ കൂടെ ഉള്ളവർക്കും പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ട്രേഡ് ചെയ്തപ്പോൾ നമ്മുടെ കൂടെ 8 ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇദ്ദേഹം നമ്മുടെ കൂടെ കൂടിയിട്ട്. പക്ഷേ ആ ഒരാഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് 8 ദിവസം കൊണ്ട് അദ്ദേഹം 12% പ്രോഫിറ്റിലേക്ക് എത്തിയിരുന്നു.
ചുരുക്കി പറഞ്ഞാൽ ഞാൻ എത്തിയ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിരുന്നു എന്നതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഒപ്പം നമ്മുടെ ഡിസിപ്ലിനും കൂടിയാണ് നമ്മളെ ട്രേഡിൽ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡിസിപ്ലിൻ പഠിക്കണമെങ്കിൽ അത് നമ്മൾ കാണാപ്പാഠം, ഇപ്പോൾ സ്ട്രാറ്റജി പഠിക്കുന്ന പോലെ കാണാതെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ പകർത്തി എഴുതി വിജയിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ നമ്മൾ പരിശീലിക്കുകയാണ് വേണ്ടത്. പരിശീലിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാകും. അത് നമ്മൾ വയലേറ്റ് ചെയ്യാതെ നമ്മളുടെ ട്രേഡിംഗ് എഡ്ജ് നിലനിർത്തുന്ന മാത്തമാറ്റിക്സ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അതിനെ 30, 60, 90 ദിവസം കണ്ടിന്യൂസ് പരിശീലനത്തിലൂടെ നമ്മളുടെ ശീലമാക്കി അതിനെ മാറ്റുക. തെറ്റുകൾ വരുത്താത്ത ഒരു ട്രേഡിംഗ് ശീലം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ലോങ് റണ്ണിൽ അത് നമ്മുടെ ക്യാരക്ടറായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക. ഈ ഒരു ക്യാരക്ടർ നമ്മളെ ഓട്ടോമാറ്റിക്കലി ട്രേഡിങ്ങിൽ വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ് പല ട്രേഡർമാരെയും എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ സയൻറ്റിഫിക്കലി അവരെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പൈലറ്റ് റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടത്തുന്ന ഈ പൈലറ്റ് റൺ വിജയകരമാണെന്ന് നമുക്ക് മനസ്സിലായാൽ നിങ്ങൾക്കും അത് ഗുണപ്പെടുന്ന രീതിയിൽ നമ്മൾ പകർന്നു തരാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ സ്ട്രാറ്റജി ഒരെണ്ണം പഠിച്ചെടുക്കുക. അതിനുശേഷം സെപ്റ്റംബർ മാസത്തോടുകൂടെ ഈ പൈലറ്റ് റൺ പൂർത്തിയാക്കിയതിന് ശേഷം പുതിയ ആൾക്കാർക്കും കൂടെ ഡിസിപ്ലിൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഡിസിപ്ലിൻ പഠിക്കുകയല്ല പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് മോണിറ്റർ ചെയ്ത് നിങ്ങൾ വരുത്തുന്ന തെറ്റുകളും കുറ്റങ്ങളും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന മാർഗ്ഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാകും. അങ്ങനെ നിങ്ങൾക്കത് പരിശീലിച്ച് ട്രേഡിങ്ങിൽ വിജയത്തിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രേഡിംഗ് ഉള്ള ദിവസങ്ങളിൽ മാത്രം നമ്മളുടെ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വർക്കിംഗ് ടൈമിൽ, ട്രേഡിംഗ് ടൈമിൽ ഒരു 11 മണിക്ക് ശേഷവും 2 മണിക്ക് മുന്നേയുമുള്ള സമയത്ത് നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. കാരണം നമ്മളും മറ്റുള്ള ആൾക്കാർക്ക് ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നമുക്കും അതിന് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുവാണ്. അതായത് സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ ഈ പീരീഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു സ്ട്രാറ്റജിയും സ്വന്തമായിട്ട് കാണാപ്പാഠം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സ്ട്രാറ്റജി പഠിക്കുന്നതാണ് ട്രേഡിങ്ങിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം. സോ ദാറ്റ് നമുക്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ട്രേഡിനെ തന്നെ, ഇന്നലത്തെ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. അതനുസരിച്ച് ഇന്നെടുത്ത ട്രേഡിനെ നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്നത് കുറച്ചും കൂടെ എളുപ്പമാകും. നമ്മൾക്ക് അറിയാം ഈ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ എൻട്രി എടുക്കുന്നത് മാർക്കറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ സപ്പോർട്ട് ലൈൻ കണ്ടാൽ ആ സപ്പോർട്ടിലാണ് നമ്മൾ ബൈ ചെയ്യുക. ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് ഇത് തിരിച്ച് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് പോയി ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ 1:2 റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ഏതാണോ കൂടുതൽ 1:2 അല്ലെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് മിനിമം 1:2 എങ്കിലും എടുത്തുകൊണ്ട് മാത്രം എക്സിറ്റ് എടുക്കുക. ഇതാണ് നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ബൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇനി നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. റെസിസ്റ്റൻസ് ലൈനിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യും. ഇവിടുന്ന് സെല്ല് ചെയ്താൽ പിന്നെ നമുക്ക് 1:2 അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിൽ നമ്മൾ എക്സിറ്റ് എടുക്കും. ഈ രീതിയിലാണ് നമ്മൾ ബൈയും സെല്ലും റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ഈ സപ്പോർട്ടും അതേപോലെ റെസിസ്റ്റൻസും ഈ 2 ലൈൻസ് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്തു, എങ്ങനെ നമ്മളത് കണ്ടുപിടിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ വോളിയം പ്രൊഫൈൽ, ഇതിനെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയും. ഇത് നിങ്ങൾ എടുക്കുന്നത് ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ വോളിയം പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് വോളിയം പ്രൊഫൈൽ ഫിക്സഡ് റേഞ്ചാണ്, ഇത് വോളിയം പ്രൊഫൈൽ വിസിബിൾ റേഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വോളിയം പ്രൊഫൈൽ വിസിബിൾ റേഞ്ചാണ്. ഇവിടെ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങോട്ട് ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം, ഷോ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇന്നലത്തെ മാർക്കറ്റിൽ നടന്നിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ വോളിയം എന്ന് പറയുന്നത് നമ്മൾ താഴത്ത് കാണുന്ന ബാർ വോളിയത്തിന് ഇവിടെ നമുക്ക് ഒറ്റ കളറിലേ കാണുന്നുള്ളൂ. ആ ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ ഫുൾ വോളിയം റെഡിൽ കാണിക്കും.
നേരെ മറിച്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് റെഡ് പോർഷനും കാണാം, അതുപോലെ തന്നെ ഗ്രീനും കാണാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റെഡിലുള്ളതെല്ലാം മാർക്കറ്റ് ഓർഡേഴ്സ് ആണ്, സെൽ ഓർഡേഴ്സ് ആണ്. നമുക്കറിയാം മാർക്കറ്റ് ഓർഡർ, സെൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് മാച്ച് ചെയ്യുന്നത് ബൈ ഓർഡറുമായിട്ടാണ്. അത് ലിമിറ്റ് ബൈ ഓർഡറുമായിട്ടാണ് മാർക്കറ്റ് ഓർഡർ സെല്ല് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെറോദയുടെ ഓർഡർ ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ഇതാണ് ഓർഡർ ബുക്ക് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ഈ പ്രൈസ് ക്വാണ്ടിറ്റി ഒരു 20ഓളം പൊസിഷൻസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് കാണാം ബൈയിങ് പൊസിഷൻ കൊടുത്തിരിക്കുന്ന 315.75 ഇത് ലിമിറ്റാണ്. 843 ക്വാണ്ടിറ്റി ലിമിറ്റ് പ്രൈസിൽ ബൈ ചെയ്യാൻ ആളിരിക്കുന്നുണ്ട്. ഇത് ഫില്ലാകുന്നത് എപ്പോഴും സെല്ലിംഗ് സൈഡിൽ നിന്ന് മാർക്കറ്റ് ഓർഡർ ക്വാണ്ടിറ്റി വരുമ്പോഴാണ്. ദാറ്റ് മീൻസ് ബയേഴ്സ് എല്ലാം ലിമിറ്റ് ഓർഡർ ഇട്ടേക്കുന്നത് കുറഞ്ഞ വിലയിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരിക്കലും ഇപ്പോൾ മാർക്കറ്റിലുള്ള പ്രൈസിന് മുകളിൽ കയറ്റിയിട്ട് ബൈ ഓർഡർ ലിമിറ്റിലിടാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഓർഡറായിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. ലിമിറ്റിൽ ബൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള പ്രൈസ് എന്താണോ അതിൽ താഴെ മാത്രമേ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് ഓർഡേഴ്സിനെയൊക്കെ ഫില്ല് ചെയ്യുന്നത് സെൽ ഓർഡേഴ്സ്, മാർക്കറ്റ് സെൽ ഓർഡേഴ്സ് വന്നിട്ടാണ് അതിനെയൊക്കെ ഫില്ല് ചെയ്യുന്നത്. സോ ദാറ്റ് ഹ്യൂജ് മാർക്കറ്റ് ഓർഡേഴ്സ് വരികയാണ്. അത് സെല്ലിംഗ് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രൈസ് ഡൗൺ സൈഡ് പോകും. ഇനി ഹ്യൂജ് ബൈയിങ് ഓർഡേഴ്സ്, അത് മാർക്കറ്റ് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് കയറും. ഇപ്പോൾ മനസ്സിലായി കാണും, മാർക്കറ്റിലെ പ്രൈസ് താഴത്തേക്ക് പോകണമെങ്കിൽ ഹ്യൂജ് മാർക്കറ്റ് സെല്ലേഴ്സ് വരണം. മാർക്കറ്റ് ഓർഡറിൽ സെല്ലിങ് ഹ്യൂജ്ലി നടന്നാൽ മാത്രമേ മാർക്കറ്റിൽ പ്രൈസ് താഴത്തേക്ക് പോകത്തുള്ളൂ. ഇനി മാർക്കറ്റിൽ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് ഓർഡേഴ്സ്, മാർക്കറ്റ് ഓർഡേഴ്സ് ബൈയിങ് സൈഡിൽ വരണം. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ക്യാൻഡിലിൻ്റെ ചേഞ്ച് ഏകദേശം 0.5% ഓപ്പൺ ടു ക്ലോസ്. അപ്പോൾ ഇത്രയും 0.5% മൂവ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം. ഇവിടെ 79K ബയേഴ്സ്, ഇത് മാർക്കറ്റ് ഓർഡേഴ്സാണ് വന്നേക്കുന്നത്. 79 എന്ന് പറയുമ്പോൾ 80 കൂട്ടിക്കോളൂ. അപ്പോൾ ഇപ്പുറത്തുള്ള സെല്ലേഴ്സ് ഉണ്ടായിരുന്നത് 42. അപ്പോൾ ഈ 42 അപേക്ഷിച്ച് 79 എന്ന് പറയുമ്പോൾ ഏകദേശം ഇരട്ടിയുടെ അടുത്തേക്ക് വരുന്നു. അത്രയും കൂടുതൽ ഓർഡർ വന്നത് കൊണ്ടിട്ടാണ്, അതായത് സെല്ലേഴ്സിൻ്റെ കൺട്രോൾ പോയി ബയേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നു. സോ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ബയേഴ്സ് എപ്പോഴും മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിയിലുള്ള അടിസ്ഥാനപരമായ കാരണം. ഇനി നമ്മൾ ഈ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് നാളത്തേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാനുള്ള ഒരു കാരണം നമുക്കിവിടെ കാണാം, നല്ല ഹ്യൂജ് ഡൗൺഫോൾ വന്നേക്കുന്നത് ഈ പ്രൈസിൽ നിന്നാണ്. ഒപ്പം തന്നെ ഇവിടെ പോയിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ പ്രൈസിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇവിടെ ഹ്യൂജ് സെല്ലിംഗ് നടന്നു. അവിടെ ഒരു പിൻബാർ ക്യാൻഡിൽ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിങ്ങനെ 2 തവണ ഇവിടെ എത്തിയപ്പോഴും പ്രൈസ് നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്ത് പോവുകയാണ്. സോ ദാറ്റ് അവിടെ സെല്ലേഴ്സ് ഉണ്ടെന്ന് ബൈ ഡിഫോൾട്ട് കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും. ഒപ്പം തന്നെ ഈ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ നമുക്കറിയാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം സെല്ലേഴ്സ് 486K സെല്ലേഴ്സ് ഈ പ്രൈസ് റേഞ്ചിലുണ്ട്. നേരെ മറിച്ച് ബയേഴ്സ് ഉണ്ടായിരുന്നത് 337K ഉള്ളൂ. അതായത് 100ലധികം K സെല്ലേഴ്സ് ഇവിടെ കൂടുതലുണ്ട്. സോ ദാറ്റ് ഇവിടെ കൂടുതൽ സെല്ലേഴ്സ് ഇരിപ്പുണ്ട് ബയേഴ്സിനേക്കാളും. അപ്പോൾ ഇതൊരു സെല്ലിംഗ് പോയിൻ്റായിട്ട് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആരൊക്കെയോ ഹ്യൂജ്ലി ആ പ്രൈസിൽ വന്നാൽ സെല്ല് ചെയ്യാനിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എല്ലായ്പ്പോഴും ഇതങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവണമെന്നില്ല. ഇവിടെ വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനും മതി. കാരണം ഈ പ്രൈസിൽ ബൈ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ എപ്പോൾ വരുന്നോ അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. പക്ഷേ അങ്ങനെ ഹിസ്റ്ററിക്കലി എന്താണോ സംഭവിച്ചിട്ടുള്ളത് അത് സംഭവിക്കാനുള്ള സാധ്യത 50% മുകളിലുണ്ട്. അതായത് ഇവിടുന്ന് പുഷ് ചെയ്ത് താഴത്തേക്ക് പോയ പ്രൈസ് വീണ്ടും ഇവിടെ വരുമ്പോൾ 50% സാധ്യത നമ്മൾ എല്ലാത്തിനും പറയും അല്ലേ. ഇത് ബ്രേക്ക് ചെയ്ത് പോകാൻ 50% സാധ്യതയുണ്ട്, ഇത് ഡൗൺ സൈഡ് തന്നെ തിരിച്ചു പോരാനും 50% സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ഒരു 1% എഡ്ജ് നമുക്കിവിടെ കൂടുതൽ കിട്ടും. കൂടുതലൊന്നുമില്ല, 50 സ്ഥാനത്ത് ഒരു 51% എഡ്ജ് മതി. ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാൻ അത് ധാരാളമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൃത്യമായി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്? ബയേഴ്സിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ സെല്ലേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് നമുക്കിവിടെ ആ ട്രേഡിംഗ് എഡ്ജ് എടുത്തിട്ട് നമ്മളൊരു പരീക്ഷ നടത്തുവാണ്. ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്യുന്നു. ഇത് ശരിയാകാം തെറ്റാകാം. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1:2 വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ അതും കൊണ്ട് പോരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി.
അപ്പോൾ ഇവിടെ ഹ്യൂജ് ഓർഡേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി താഴത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ടും കണ്ടെത്തി വെച്ചിരുന്നു. ഇവിടെ നമുക്ക് കാണാം 88 സെല്ലേഴ്സ് ഉള്ളപ്പോൾ 143 ബയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 88നേക്കാളും വളരെ കൂടുതൽ ബയേഴ്സ് ഇവിടെ പ്രസൻ്റ്ലി ഉണ്ട്. അതായത് ഈ പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വളരെ ഇൻട്രസ്റ്റോടുകൂടെ ഇവിടെ ബൈ ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റ് ഓർഡർ, പ്രൈസ് നോക്കാതെ ബൈ ചെയ്യുന്നു. അതാണല്ലോ മാർക്കറ്റ് ഓർഡർ. ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യാന്ന് വെച്ചാൽ ഏത് പ്രൈസിലും കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അതില്ലെങ്കിലാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പ്രൈസും ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ചില്ലറ പൈസയൊന്നും നോക്കുന്നില്ല, എത്ര പൈസ കിട്ടിയാലും വാങ്ങിക്കാൻ ആൾക്കാർ കൂടുതലുണ്ട്. സോ ദാറ്റ് സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ അവിടെ ബയേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഏരിയയിലൊക്കെ നമുക്ക് കാണാം നല്ല രീതിയിൽ ബയേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഇവിടെ നമ്മൾ സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇവിടെ നമുക്ക് കാണാം ഇവിടെയൊക്കെ സെല്ലേഴ്സാണ്. അതായത് ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിന് മുകളിലേക്ക് വന്ന ബയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്. സോ ദാറ്റ് ആ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നാളെ നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഏരിയ വെച്ചിട്ട് എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഇവിടെ നമ്മൾ കണ്ടതുപോലെ അലർട്ട് ട്രിഗർ ഓർഡറും വെച്ചു. അപ്പോൾ ഈ അലർട്ട് ട്രിഗർ ഓർഡറും വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ്, അതായത് 9-7 പ്രീ ഓപ്പൺ മാർക്കറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് എനേബിൾ ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മളിങ്ങോട്ട് നോക്കിപ്പോലും ഇരിക്കേണ്ട. ഈ പ്രൈസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർഡർ ട്രിഗർ ആയിട്ട് നമുക്ക് എൻട്രി കിട്ടിക്കോളും. സ്റ്റോപ്പ് ലോസും ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആയിക്കോളും. പിന്നെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമ്മൾ പേടിക്കുകയും വേണ്ട, കാരണം അത് ആ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് നമ്മുടെ ട്രേഡ് കംപ്ലീറ്റ്ലി ഇന്നത്തെ കഴിഞ്ഞ് ഓക്കെ ട്രിപ്പ് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ടാർഗറ്റിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ അലർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അലർട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എക്സിറ്റ് എടുക്കാം. അല്ലെങ്കിൽ 3 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കിയിരുന്നാലും ചിലപ്പോൾ നമ്മുടെ പൊസിഷൻ നമ്മുടെ ബ്രോക്കർ സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ അതിനുള്ള ചാർജും കൂടെ കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് 3 മണിക്ക് ശേഷം നമ്മൾ ടാർഗറ്റും അടിച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടില്ല എങ്കിൽ മാനുവൽ എക്സിറ്റ് എടുക്കുക. അതാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിത്ത് വോളിയം പ്രൊഫൈൽ നമ്മളിപ്പോൾ ഒന്ന് കണ്ടു. ഇനി നമുക്ക് വേണ്ടത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഓർഡർ ബ്ലോക്ക് ഒന്ന് പുതുക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നാളത്തേക്ക് ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്നൊന്ന് നോക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ചില കാര്യങ്ങൾ. ഈ പ്രൈസ് റേഞ്ചിലേക്ക് വന്നപ്പോഴൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഇത് നമ്മൾ കണ്ടു. 2, ഇവിടെ നമ്മൾ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നെറ്റ് എന്താണ് സംഭവിച്ചേക്കുന്നതെന്നും കൂടെ കാണാം. അതായത് ഇന്ന് ടോട്ടൽ വന്ന വോളിയം നമുക്കിവിടെ താഴത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചേക്കുന്നത് ഗ്രീൻ ഓർഡേഴ്സാണ്, മാർക്കറ്റ് ഓർഡേഴ്സ്. അതായത് ഏകദേശം ഒരു 2 മില്യൺ അല്ലെങ്കിൽ 1.99 മില്യൺ ബൈയിങ് സൈഡ് മാർക്കറ്റ് ഓർഡർ വന്നപ്പോൾ 1.61 മില്യൺ ആണ് സെല്ലിംഗ് സൈഡ് മാർക്കറ്റ് ഓർഡേഴ്സ് വന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന് കൂടുതൽ ആൾക്കാർ ബൈ മാർക്കറ്റ് ആണ് കൂടുതൽ ക്വാണ്ടിറ്റി വന്നേക്കുന്നത്. സെല്ല് മാർക്കറ്റ് ഓർഡേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. സോ ദാറ്റ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് നാളെ മാറാനുള്ളൊരു സാധ്യത നിങ്ങൾ മനസ്സിലാക്കണം. ഉറപ്പായി മാറുമെന്നല്ല, അങ്ങനെ ഒരു സാധ്യത നമുക്ക് തോന്നുന്നു. നാളത്തെ സിറ്റുവേഷൻ, നാളത്തെ ന്യൂസൊക്കെ അനുസരിച്ച് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പൊസിഷനൊക്കെ ആൾക്കാർ മാറ്റാം. നാളത്തെ തീരുമാനങ്ങൾ എന്തുമാകാം. അതിനെപ്പറ്റി നമ്മൾ ബോധേഡല്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നാളെ ഇവിടെ ഒരു ബൈയിങ് ട്രെൻഡിനുള്ള സാധ്യത തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഓർഡർ ബ്ലോക്ക് എവിടെ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇന്നലത്തെയും ഇന്നത്തെയും കൂടെ ഇത്രയും വിസിബിൾ റേഞ്ച് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ ഒന്ന് വെക്കുവാണ്. ഇവിടെ നമുക്ക് കാണാം ബൈയിങ് ഏറ്റവും ഹ്യൂജായിട്ട് നടന്നേക്കുന്നത് 443K ബൈയും 95K മാത്രം സെല്ലും ആണ് ഈ ഏരിയയിൽ നടന്നേക്കുന്നത്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നാളത്തേക്ക് വെക്കാം എന്നാണ് തോന്നുന്നത്. ഇനി അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു വോളിയവും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ബൈയിങ് സൈഡ് വോളിയം വന്നേക്കുന്നത് ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഒത്തിരി മുകളിലാണ്. ഇനി ഇവിടുന്ന് ഒരു 1 സൈഡഡ് മൂവ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ വോളിയവും കുറച്ച് കയറി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് അത്ര ഹ്യൂജ് വോളിയമൊന്നുമല്ല. എനിവേ നാളെ കുറച്ച് കൺഫ്യൂസിങ് ആകാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇങ്ങോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ വോളിയം പ്രൊഫൈലിൽ നമ്മൾ കണ്ടു, ഇങ്ങോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും 400K
ഹിസ്റ്റോറിക്കലി അവിടെ ബൈ നടന്നിട്ടുണ്ട്. സെല്ലേഴ്സ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു, 4-1 സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് ഹിസ്റ്ററി വിൽ ആൾവേസ് റിപ്പീറ്റ് എന്ന് പറയുന്നത് പോലെ, ചരിത്രം ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നത് പറയലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബയ്യേഴ്സ് അവിടെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയുന്നത് സാധ്യത മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ബൈ ചെയ്യാം. ഇനി നാളെ ചിലപ്പോൾ ഇവിടെയും ഒരു സപ്പോർട്ട് കിട്ടിയേക്കാം, കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അവിടെയും നാളെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോയിൻറ്റും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ എന്താണ് എന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. 315.10. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സപ്പോർട്ട് കിട്ടി, ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടി, ഇവിടെയും സപ്പോർട്ട് കിട്ടി. ഇനി സപ്പോർട്ട് കിട്ടിയതിന് ശേഷം കഴിഞ്ഞ കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുള്ളതാണ്, സപ്പോർട്ട് കിട്ടിയതിന് ശേഷം താഴത്തേക്ക് 0.5% പോയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. സോ ദാറ്റ് ഇത് എത്രമാത്രം മാക്സിമം പിന്നിലേക്ക് പോയിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 0.5% പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി ഈ ലൈനിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാലേ 0.5% വരത്തുള്ളൂ. സോ ദാറ്റ് ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ പോലും നമുക്ക് ഇവിടെ വരെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് നമ്മളവിടെ കുറച്ച് സേഫ് സൈഡിലാണ് എന്നൊരു തോന്നൽ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അളന്ന് നോക്കുന്നത് ഈ നമ്മൾ വരച്ചേക്കുന്ന ലൈനിൽ നിന്ന് ബാക്കിലേക്ക് 0.5% അളന്ന് നോക്കുന്നത് നമുക്ക് അവിടെ എത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കമൻറ്റിൽ അദ്ദേഹം ചോദിച്ചിരുന്നതാണ്, കൺഫർമേഷന് വേണ്ടിയിട്ട് ആ ഒരു 0.5% ഓപ്പോസിറ്റ് സൈഡിലേക്ക് അളന്ന് നോക്കുന്നുണ്ടല്ലോ, അതെന്തിനാണ്? അത് ഇതിനാണ് കേട്ടോ. അപ്പോൾ നമുക്കവിടെ സേഫ്റ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയാനാണ്. കാരണം ഇവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഒപ്പം തന്നെ ഇവിടെയും നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിന് അപ്പുറത്താണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കുറവാകാനുള്ള ഒരു സാധ്യത കാണുന്നു, അതാണ്. ഇനി ഈ ഒരു ലൈനിൽ നമുക്ക് എത്രമാത്രം സപ്പോർട്ട് നാളെ കിട്ടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു പൊസിഷനിൽ വന്നപ്പോൾ 257 സെല്ലേഴ്സും 222 ബയേഴ്സുമാണ്. സോ ദാറ്റ് നമുക്ക് ഇവിടെ അത്ര വലിയ സപ്പോർട്ടെന്നൊന്നും പറയാനില്ല, എങ്കിൽ പോലും ഇന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി താഴത്തേക്ക് പോകുമ്പോഴും ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ കുറച്ച് കൂടുതൽ സെല്ലേഴ്സാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. അപ്പോൾ ഈ വിസിബിൾ റേഞ്ചിനകത്ത് നമ്മളുടെ ഇന്നലത്തെ ഇത് കണ്ടാൽ ഇവിടുന്ന് ഹ്യൂജ് സെല്ലിങ് നടന്നേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഈ വോളിയം കൂടെ കയറി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഹൈഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്യാൻഡിൽസ് മാത്രം വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ മാത്രമായിട്ടുള്ള ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം 21 സെല്ലേഴ്സും 43 ബയ്യേഴ്സും. അപ്പോൾ ഈ ലൈനിൽ നമുക്ക് കൃത്യമായിട്ട് ഇരട്ടി ബൈയിങ് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്കിവിടെ കാണാം 39 സെല്ലും 34 ബൈയും, 69 സെല്ലും 96 ബൈയും. അപ്പോൾ ഈ ഒരു ഏരിയ തൊട്ട് മുകളിലേക്ക് കുറച്ച് കൂടുതൽ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലും ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം സെല്ലേഴ്സ് കൂടുതൽ തന്നെയാണ്. എനിവേ നാളെ ഇത് സപ്പോർട്ട് ആവാനും ആവാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 2 എൻട്രി പോയിൻറ്റ്സ് ആണ് ഇവിടുന്ന് കണ്ടെത്താൻ പറ്റുന്നത്. ഒന്ന്, നാളെ മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ബൈ എടുക്കാവുന്നതിൽ തെറ്റില്ല. കാരണം ഇവിടെ നിന്ന് എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം, പക്ഷേ താഴത്തേക്ക് 0.5% സ്റ്റോപ്പ് ലോസ് എടുക്കണമെങ്കിൽ ഇവിടെ വരെ മാർക്കറ്റിന് വരണം. പക്ഷേ അതിനുള്ളിൽ ഈ ഒരു പോയിൻറ്റിൽ ഹ്യൂജ് സപ്പോർട്ട് നമുക്ക് ഹിസ്റ്റോറിക്കലി കിട്ടുന്നുണ്ട്. സോ ദാറ്റ് അത് അടുത്ത ദിവസവും വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. നല്ല സപ്പോർട്ട് ഇവിടെ കയറി വരാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ 2 സപ്പോർട്ടുകൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസും കൂടെ ഒന്ന് പുതുക്കി വെച്ചിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് ട്രേഡ് അതനുസരിച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഹൈ ഇത്ര വരെ പോയിട്ടുണ്ട്, പലതവണ ഈ റേഞ്ചിൽ ടച്ചും ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ലേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെയൊക്കെ നല്ല രീതിയിൽ സെല്ലേഴ്സ് തന്നെയാണ് ഉള്ളത്. ഇനിയപ്പോൾ നമ്മൾ വോളിയവും കൂടെ നോക്കിയിട്ട് ഈ ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു 318 നമ്മളൊരു ആ റേഞ്ചിലേക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചാൽ അത് ശരിയാകോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇതെല്ലാം നമ്മളൊരു തോന്നലിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അതേ ഏരിയ തന്നെയാണ് നമുക്ക് ഇന്നിപ്പോൾ
മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇവിടെ അത് റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെയും അത് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഒപ്പം താഴത്തേക്ക് വന്നപ്പോൾ ഇവിടെ നല്ലൊരു സപ്പോർട്ട്, ഇവിടെ നല്ലൊരു ബൈ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വോളിയം ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ കാണാൻ പറ്റും, നല്ല വോളിയം അവിടെ കയറി വന്നിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ക്യാൻഡിലുകളെ അപേക്ഷിച്ച്. സോ ദാറ്റ് അതൊരു നല്ല ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ലൈനിൽ 299 സെല്ലേഴ്സും 50 മാത്രം ബയേഴ്സും ആണുള്ളത്. സോ ദാറ്റ് ഇത് നാളെയും നല്ലൊരു റെസിസ്റ്റൻസായി വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസുകളും കണ്ടെത്തുന്നത്. ഇനി നമ്മൾ കണ്ടെത്തുന്ന ഏതൊരു സപ്പോർട്ടും അല്ലെങ്കിൽ ഏതൊരു റെസിസ്റ്റൻസും കൃത്യമായി കൊള്ളണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അത് എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പോകാം. പക്ഷേ നിങ്ങളിത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് കൂടുതൽ കൈതെളിഞ്ഞ് നിങ്ങൾ മാർക്കറ്റുമായിട്ട് നല്ല രീതിയിൽ സിങ്കായി വരുന്നുണ്ടാകും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ ഇതിൻ്റെ കാര്യകാരണങ്ങളും ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോയത്. വീഡിയോ ഓൾറെഡി കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാകും. ഡീപ്പായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം എന്നൊരാൾക്ക് ഗുണപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക് യു.